hello, welcome to once. This session we will talk basic mechanical engineering. Manufacturing process is subject rapid and additive manufacturing topic. So, manufacturing manufacturing operations, manufacturing processes like casting, forming rolling out, extrusion out, forging out, welding joining process, but we require shape make. So, that's modern manufacturing technique additive manufacturing. 3D models quick component manufacture that's casting operation compare delay complexity easy required shape and the 3D print process simple additive manufacturing. Initially prototype in this prototype. So, rapid prototype, prototype final product. So, starting with the prototype. Prototype is an early sample model. We product prototype. Incomplete example final product. Prototype. So, rapid prototyping process of quickly building and evaluating series of prototypes early and often throughout the design process. Design already endakanda saanathinte oru replica nammal endakka അനുസരിച്ച് മോഡുലേറ്റ് ചെയ്യാൻ modifications കൊണ്ടുകൊണ്ടൊന്ന് പോവാ അല്ലേ നമ്മൾ അത് ഡിസൈൻ ഫേസിൽ പോവാൻ നേരത്തെ അപ്പോൾ നമുക്ക് കിട്ടിയാലാണ് അതിനനുസരിച്ച് ചേഞ്ചസ് പറ്റുള്ളൂ അല്ല അതിനെ നമുക്ക് ടൈം എടുത്ത് പിന്നെ കിട്ടി അല്ലേ നമ്മൾ ക്വിക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നു അതിൽ പ്രോട്ടോടൈപ്പ് നോക്കുന്നു ഓക്കേ കുഴപ്പമില്ല ഇനി എറർ ഉണ്ട് മാറ്റുന്നു പിന്നെ ഒന്നുകൂടി നോക്കുന്നു സോ ക്വിക്കായിട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും സോ ദാറ്റ്സ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അപ്പോൾ അത് രണ്ട് കാറ്റഗറീസ് ഉണ്ട് മെറ്റീരിയൽ റിമൂവൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗും ഉണ്ട് മെറ്റീരിയൽ അഡീഷൻ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗും ഉണ്ട് അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ എന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം മെറ്റീരിയൽ റിമൂവൽ എന്ന് പറഞ്ഞാൽ മെഷീനിങ് ആവട്ടെ മില്ലിംഗ് ആവട്ടെ ഡ്രില്ലിംഗ് ആവട്ടെ CNC മെഷീനിങ് യൂസ് ചെയ്തിട്ട് അതാണ് എന്ത് മെറ്റീരിയൽ റിമൂവൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ CNC NC DNC ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് സോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓഫൻ സോളിഡ് ആയിരിക്കും ബ്ലോക്ക് ഓഫ് വാക്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ നമ്മളിപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം ഒന്നും എടുത്തിട്ട് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യില്ല ഏറ്റവും ഈസി ആയിട്ട് പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പെട്ടെന്ന് നമുക്ക് മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് സോ വാക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണം റിമൂവൽ മെറ്റീരിയൽ പ്രോട്ടോടൈപ്പ് പിന്നെ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പോൾ നമ്മൾ വുഡോ മെറ്റലോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും മെറ്റൽ പിന്നെ മെൽറ്റ് ചെയ്ത് അവിടെ എനർജി കൊടുക്കണം വുഡൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഗ്രൈൻഡ് ചെയ്തൊക്കെ എടുത്താലും പിന്നെ ഇത് ലോസ് ഉണ്ട് അപ്പോൾ വാക്സ് നമുക്ക് എന്താ റീയൂസ് ചെയ്യാൻ പറ്റും സോ വുഡ് പ്ലാസ്റ്റിക് അതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് മെറ്റൽസിന് യൂസ് ചെയ്യാൻ പറ്റില്ലെന്നല്ല ബട്ട് അതിനനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടെത്തണം ഇനി മെറ്റീരിയൽ അഡീഷൻ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് ആഡിങ് ലെയേഴ്സ് വൺ അറ്റ് എ ടൈം എന്താ താഴെ നിന്ന് ബിൽഡ് ചെയ്ത് മേളിലേക്ക് പോവുക സോ അതിൽ നമ്മൾ ലിക്വിഡ് മോണോമേഴ്സ് സോളിഡ് ഷീറ്റ് പൗഡേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അതാണ് മെറ്റീരിയൽ റിമൂവൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗും മെറ്റീരിയൽ അഡീഷൻ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗും വരുന്നത് സോ കോമൺ പ്രൊസീജിയർ എന്ന് പറയാൻ നേരത്തെ ഇനീഷ്യലി നമ്മളൊരു CAD മോഡൽ മേക്ക് ചെയ്യും അതൊരു STL ഫയലിൽ നമുക്കെല്ലാം കിട്ടും അതിന് നമുക്ക് ഓരോ ലെയേഴ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ കേസിലേക്ക് പുട്ട് ചെയ്യും നമുക്ക് ഫൈനലി പ്രിൻ്റ് ഔട്ട് ചെയ്ത ഒരു സെക്ഷൻ കിട്ടും സോ ഇതാണ് ഒരു കോമൺ പ്രൊസീജിയർ ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഇതിന് ഒരുപാട് ടെക്നിക്സും പല കാര്യമുണ്ട് ബട്ട് ബേസിക്കലി എന്താണ് പ്രോട്ടോടൈപ്പിംഗ് എന്താണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി മൂവിങ് ഓൺ നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് അപ്പോൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് അപ്പം മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ ഒരു റോ മെറ്റീരിയലിന് ഒരു ഫിനിഷ് പ്രോഡക്റ്റിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് അതിന് നമുക്ക് മാനുഫാക്ചറിങ് എന്ന് പറയാം ഇൻ വിച്ച് റോ മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫിനിഷ് ഗുഡ് അപ്പോൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി അല്ലേ എന്തൊരു സാധനം നമുക്കിപ്പോൾ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കാം കൺസ്ട്രെയിൻസ് മാക്സിമം കുറക്കാൻ പറ്റും മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടാം സോ ഇൻക്രീസ് 3D ഫാക്സിങ്ങിലെ സെൻറ്റർ സ്കാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകൾ അറ്റ് ഈസിലി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രോസസ്സാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് സോ എന്താണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ജോയിനിങ് മെറ്റീരിയൽ ടു മേക്ക് ഒബ്ജക്ട്സ് ഫ്രം
3-dimensional മോഡൽ ഡാറ്റ യൂഷ്വലി ലെയർ ബൈ ലെയർ. അപ്പോൾ ഓരോ ലെയർ ബൈ ലെയർ അനുസരിച്ച് ഒരു 3-dimensional മോഡൽ ഉണ്ടാക്കുന്നതിനാണ് നമുക്ക് എന്ത് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് എന്ത് 3D പ്രിൻറ്റിങ് എന്നും വേണ്ടി നമുക്ക് പറയാം. അപ്പോൾ മാനുഫാക്ചറിങ് കമ്പോണൻസ് പഠിച്ചാലും ഒരു ജോമെട്രിക് ലിമിറ്റേഷൻസും ഇല്ല, ഒരു ടൂൾസും അല്ലേ, നമ്മളൊരു ടൂളും കാര്യങ്ങളൊക്കെ എടുത്ത് ചിപ്പ് ചെയ്ത് പണ്ടുള്ള ആശാരിമാരും പലരും കഷ്ടപ്പെട്ട് ചെയ്ത സാധനം ക്വിക്ക്ലി സിമ്പിളായിട്ട് നമ്മളതിൻ്റെ ഒരു 3D മോഡൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ലെയർ ബൈ ലെയർ വന്ന് നിങ്ങൾ അതിൻ്റെയൊക്കെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും, യൂട്യൂബ് ആവട്ടെ സോഷ്യൽ മീഡിയാസ് ആവട്ടെ 3D പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെ അല്ലേ. വയർ ഫീഡ് കൊടുക്കുക, ഇല്ല പൗഡർ ഫീഡ് കൊടുക്കുക, അതിൽ നിന്ന് ഓരോ ലെയർ ബൈ മോഡലുണ്ടായി ഫൈനലി നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സാധനം അതിപ്പോൾ ഏത് സൈസോ ഷേപ്പോ ആവട്ടെ അതിനനുസരിച്ചുള്ള 3D പ്രിൻറ്റേഴ്സ് മേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നമുക്ക് എന്താ കിട്ടുന്നു. സോ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിറ്റീവ് പ്രോസസ്സാണ്. ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ടു മാനുഫാക്ചറിങ് ഫോർ ഡിസൈൻ വരുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമുണ്ട് ഈ ഒരു ടെക്നിക്ക്. ഓക്കെ, സോ ഡിസൈഡ് ഷേപ്പ് നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരും, നമുക്ക് ഫൈനലി കിട്ടും. സോ ഇതാണ് അതിൻ്റെ ഒരു ഇത് കാണിച്ചേക്കുന്നത്. സോ എങ്ങനെയാണ് എന്നുള്ളത് ഇനീഷ്യലി ആ ഒരു 3D CAD മോഡൽ ഉണ്ടാക്കും, എന്തൊക്കെ മെറ്റീരിയൽ കാര്യങ്ങൾ, അതിൻ്റെ ഡിസൈനിങ്, STL ഫയൽസ്, നമ്മൾ നേരത്തെ പ്രോട്ടോടൈപ്പ് നോക്കിയ പോലെ തന്നെ ഓരോ സ്ലൈസ്ഡ് ലെയേഴ്സ് അല്ലേ. ഇത് ചുമ്മാ അങ്ങനെ പോണേയല്ല, നമ്മൾ അതിലൊരു CAD മോഡൽ കമ്പ്യൂട്ടറിൻ്റെ ഡിസൈനിങ് വെച്ചിട്ടൊരു 3D മോഡൽ ഉണ്ടാക്കും. അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി STL ഫയൽസ് ഉണ്ടാവും, ഉള്ളിൽ എന്തൊക്കെയാണ് ഓരോ ലെയർ ടൂത്ത് പാത്ത് കാര്യങ്ങൾ എങ്ങനെ വരും. കാരണം ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം താഴത്തെ ലെയർ പ്രിൻറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ മേലത്തെ ലെയർ ഈ 3D പ്രിൻറ്റർ യൂസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ കാണാം, ഓരോ ലെയർ ബൈ ലെയറാണ്. അപ്പോൾ സിസ്റ്റം സ്റ്റാർട്ട്സ് ബൈ അപ്ലൈങ് എ തിൻ ലെയർ ഓഫ് പൗഡർ മെറ്റീരിയൽ ടു ദി ബിൽഡിംഗ് പ്ലാറ്റ്ഫോം. പൗഡർ ടൈപ്പും ഉണ്ട്, വൈറ്റ് ടൈപ്പും ഉണ്ട്. അതിലേക്ക് വരാൻ നേരത്തെ പൗഡറിൽ ലെയർ വരും. പവർഫുൾ ലേസർ ബീം ഫ്യൂസസ് പൗഡർ എന്താ എക്സാക്ട്ലി ആ പോയിന്റ്സിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് കമ്പോണന്റ് ഡിസൈൻ ഡാറ്റ കിട്ടുന്നു. സോ പ്ലാറ്റ്ഫോം ലോവർ ചെയ്യുന്നു, അനദർ ലെയർ ഉണ്ടാവുന്നു, പൗഡർ അപ്ലൈ ചെയ്യുന്നു, പിന്നെ ലെയർ വരുന്നു. ഇതേപോലെ ഫ്യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഓരോ പ്രീ ഡിഫൈൻഡ് പോയിന്റ്സിൽ അത് വരുന്നു, ലേസറും പൗഡറും കൊണ്ട് എന്നിട്ട് നമുക്ക് എന്താ ഫൈനലി ആ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. സോ ഇതാണ് എന്ത് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കാൻ നേരത്ത് ഫ്രീഡം ഓഫ് ഡിസൈൻ അല്ലേ. എന്തൊരു ഡിസൈനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോംപ്ലക്സിറ്റി ഫ്രീ അല്ലേ, ടഫല്ല, ഒട്ടും ടഫല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ടൂളിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല അല്ലേ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ വെച്ച് ചിപ്പിംഗ് ടൂൾ ഹീറ്റ് ആവുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നു. ലൈറ്റ് വെയ്റ്റ് ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാം. പ്രൊഡക്ഷൻ സ്റ്റെപ്സ് നമുക്ക് കുറക്കാൻ പറ്റും അല്ലേ. പണ്ട് നമ്മൾ ഒരു മോഡൽ പോകണമെങ്കിൽ ഇനീഷ്യലി ചിലപ്പോൾ അതിനെ കാസ്റ്റ് ചെയ്തെടുക്കുന്നു, കട്ട് ചെയ്യുന്നു, സർഫസ് ഫിനിഷിങ്, ചിലപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് പോയിട്ടാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടണം. ഇവിടെ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മാക്സിമം കുറക്കാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നിടത്ത് സ്ലോ ബിൽഡ് റേറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന് മാനുഫാക്ചർ ചെയ്യാൻ സമയം എടുക്കണില്ലെങ്കിലും ഇതിന് മുമ്പുള്ള ഒരു പ്രോസസ്സ് അല്ല, ഇതിനെ ഡിസൈൻ ചെയ്യണ ഒരു പ്രോസസ്സ് ഉണ്ട്. കറക്റ്റായിട്ട് CAD മോഡൽ ഓരോ ലെയർ ബൈ ലെയർ ഒക്കെ മേക്ക് ചെയ്യണതിൻ്റെ അത് കറക്റ്റായിട്ടല്ല ചെയ്തെങ്കിൽ ഒരുപാട് എറേഴ്സ് നമുക്ക് എന്താ പ്രൊഡക്ഷനിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ നല്ല പോലെ ചിന്തിക്കണം. അപ്പോൾ അതേപോലെ തന്നെയുള്ള സോഫ്റ്റ്വെയർസ് വേണം. 3D പ്രിൻറ്റിങ് വലിയ മോഡൽസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള 3D പ്രിൻറ്റേഴ്സ് വേണം. സോ കോസ്റ്റ് പ്രൊഡക്ഷൻ റേറ്റ് കൂടുതലാണ്. ഡിസൈന് വേണ്ടി കൺസിഡറബിൾ എഫോർട്ട് കൊടുക്കണം. പിന്നെ ഒരു ഡിസ്കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് അതേപോലെ കണ്ടിന്യൂസ് ആണെങ്കിൽ കുഴപ്പം. പക്ഷേ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാലും അതിനനുസരിച്ച് നമ്മളെന്താ ഡിസൈനിൽ മാറ്റം കറക്റ്റായിട്ട് ഒന്നും കൂടി നോക്കണം അല്ലേ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാമെന്ന് പറഞ്ഞ രീതിയിലല്ല, നമ്മളത് കറക്റ്റ് ഡിസൈൻ കൊടുത്തതിനനുസരിച്ച് ഫൈനൽ പ്രൊഡക്റ്റ് വരുള്ളൂ. പിന്നെ കമ്പോണൻറ്റ് സൈസ് ഞാൻ പറഞ്ഞു, വലുതുണ്ടാക്കുക എന്ന് പറഞ്ഞാലും വലുതുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള 3D പ്രിൻറ്റർ വേണം. അതിന് ഹൈ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ കമ്പോണൻറ്റ് സൈസിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇനി ആപ്ലിക്കേഷൻ വരാവുന്നിടത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമോട്ടീവ് ആവട്ടെ, എയറോസ്പേസ് ആവട്ടെ, ബയോമെഡിക്കൽ ആവട്ടെ, കസ്റ്റമർ ഗുഡ്സ് ആവട്ടെ. ഇപ്പോൾ പലരും ഈ 3D പ്രിൻറ്റേഴ്സൊക്കെ വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് പലതും പ്രിൻറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് വേണ്ട ഡിസൈൻ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അതിൻ്റെ വൈഡ് ആപ്ലിക്കേഷൻസ് വരും. അപ്പോൾ റാപ്പിഡ് ആൻഡ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലേറ്റസ്റ്റ് മാനുഫാക്ചറിംഗ് ടെക്നിക്കാണ്.
പ്രോട്ടോടൈപ്പ് ചെയ്യണതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം, മാനുഫാക്ചർ ചെയ്യണതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ടെക്നിക്സാണ്. സോ ഇതിന് ഒരുപാട് മോഡേൺ ടെക്നിക്സും ടെക്നോളജീസും ഇപ്പോഴും ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മാനുഫാക്ചറിങ് അതിൻ്റെ സ്പീഡ് ഫേസിൽ തന്നെ പല പല കാര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ എന്താണ് ഇമ്പോസ് ചെയ്തതിൽ പുതിയ ടെക്നിക്സ് വരികയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കോറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.